ഈ ഒരു വേനൽക്കാലത്തും ഏറുമാടം നല്ല തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു രാവിലത്തെ മഞ്ഞാണ് ഇത്രയും തണുപ്പിന് കാരണം. ഇതിലൊരു 2 മണിയാകുമ്പോൾ മുതൽ നല്ല തണുപ്പ് തുടങ്ങും. ഇതിൽ നല്ല കട്ടിയുള്ള പുതപ്പും പൊതിച്ച് കിടക്കുകയെന്ന് അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഏറുമാടത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ചാമക്കഞ്ഞിയാണ്. കഞ്ഞി നന്നായിട്ട് വെന്തുന്ന സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചുട്ടരച്ച് ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. മുളക് ചുട്ടു, ഉള്ളിയും ചുട്ടു, ഒരു പച്ചമാങ്ങയും കൂടെ പറിച്ചു, ചുട്ട മുളക് നന്നായിട്ട് അരച്ചെടുത്ത് മാങ്ങയും കൂടെ ഒന്ന് അരച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് അരച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. കഞ്ഞിലൂടെ കഴിക്കാനായിട്ട് ചുണ്ടയ്ക്കയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സാധനമാണ് ചുണ്ടയ്ക്ക. ചുണ്ടയ്ക്കയുടെ ചെടിയും വേരും എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് പറിച്ച് കൊണ്ടുപോകാറുണ്ട് കേട്ടോ, അട്ടപ്പാടിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇരുമ്പപ്പുളി അച്ചാർ, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ നമ്മുടെ ചുണ്ടയ്ക്ക വറുത്തതും നമ്മുടെ ചാമക്കഞ്ഞി രാവിലെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം രാവിലെ കഴിക്കാൻ ചാമക്കഞ്ഞി.